കാത്തിരുന്നൊരു വെക്കേഷൻ ട്രിപ്പ് പോണതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി ഗൈസ്. വെക്കേഷനായിട്ട് എങ്ങും ട്രിപ്പ് പോകാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടവും വിഷമവും പരാതികളും ഒക്കെ ആയിരുന്നു വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോകണോണ്ട് എനിക്ക് അത്ര വലിയ ബോറടി ഉണ്ടായിരുന്നില്ല. ചേട്ടനാണെങ്കിലും ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ കുട്ടികൾ മാത്രം വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കണം, അവർക്ക് വേറെ ഒരു പ്രോഗ്രാമും ഇല്ല, അവരാകെ ബോറടിച്ചിരിക്കുന്ന പരാതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പരാതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് ചേട്ടന്മാരുടെ പുരുഷ സ്വയം സഹായ സംഘത്തിൽ നിന്ന് ഫാമിലി ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോണത് അങ്ങ് മൂന്നാറിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ദിവസം നമുക്ക് അവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ മൂന്നാറിലാവുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇവിടുത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുമ്പോൾ അതിൻ്റെ ഒരു വൈബും കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ഒരു 7 മണിയായപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പോഴേ ഈ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ 3 പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ വൈകിട്ടുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 24-25 തീയതികളിൽ പോയ മൂന്നാർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ മെയ് മാസത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാതെ കുറേ വീഡിയോസ് അവിടെ ഇരിപ്പുണ്ട്. അത് ചിലപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തത് വരെ അതിലിരിപ്പുണ്ട്. അപ്പോൾ ഈ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് സമയക്കുറവ് കാര്യം കൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണത്. അപ്ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ കുറേ വീഡിയോസ് ഇതിൽ ലോങ് വീഡിയോസ് വന്നേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഇടാൻ വൈകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ബാക്കി സെക്കൻഡ് തേർഡ് പാർട്ടുകൾ പുറകെ തന്നെ ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ പ്ലീസ്. ഇപ്പം എങ്ങടെ പോണ തുറക്ക പറയണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാട്ടോ. പെട്രോൾ പമ്പിലാണ് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ. അങ്ങനെ വീഡിയോ പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വണ്ടിയിൽ രാവിലെ ടൈം ആയതുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ആർക്കും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ഇറങ്ങി. അത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ കോലത്തിലാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഏകദേശം ഇടുക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുള്ള കാലാവസ്ഥയിലേക്ക്, നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയിലേക്ക് നമ്മളെത്തി. ഇടയ്ക്ക് നമ്മളൊരു വ്യൂ പോയിന്റ് വന്നപ്പോൾ അവിടെ നിർത്തി. ഫസ്റ്റ് തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണിത് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ എല്ലാവരും വീണ്ടും വണ്ടിയിലേക്ക് കയറി പിന്നെ യാത്രയായിരുന്നു. പിന്നെ അത് കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു, മലനിരകളും തേയിലത്തോട്ടങ്ങളും. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോറടിച്ചു. ഞാൻ പോയി ലൈജി ചേച്ചിയുടെ അടുത്തിരുന്നു. ലൈജി ഞാനും കൂടി കുറേ കോപ്പി കാണിച്ച് വീഡിയോ കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇതാണ് അവസ്ഥ, ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കണേ. ആരും വലിയ കോമഡി ഒന്നുമില്ല. പിന്നെ ഒരു കണക്കിന് പിള്ളേരൊക്കെ കുത്തിപ്പൊക്കെ എണീപ്പിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച്. എനിക്കൊക്കെ യാത്രയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നുള്ള യാത്രകളൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. തുള്ളി കളിച്ച് അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആദ്യം എന്താണെന്നറിയില്ല, കുറേ സമയത്തേക്ക് എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എല്ലാവരും സീറ്റിലിരുന്ന് ഭയങ്കര അച്ചടക്കത്തോടുകൂടി ക്ലാസ്സിലിരിക്കുമ്പോഴേക്ക് ഇരിക്കുകയായിരുന്നു. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അത്ര അച്ചടക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും നല്ല ചില്ലായിരിക്കണം, അടിപൊളിയായിരിക്കണം. അങ്ങനെ ചേച്ചിമാരും പിള്ളേരും എല്ലാവരും ഇറങ്ങി നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ യാത്രയിലുള്ള വിശേഷങ്ങൾ. പിന്നെ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ എത്തേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവികുളത്തായിരുന്നു നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ദേവികുളത്ത് എത്തി നമ്മുടെ താമസിക്കാനുള്ള റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ പേര് വൈൽഡ് നേച്ചർ എന്നാണ്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അത്ര നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഒട്ടും പോലും നമുക്ക് വിയർക്കേണ്ട ആവശ്യമില്ല. നല്ല തണുത്ത ഒരു കാറ്റുണ്ട്, നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മുടെ റൂംസ് താഴെയും മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാവർക്കും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂം ഇതാണ്. ഞങ്ങളുടെ റൂമിലേക്ക് കയറി നല്ല അടിപൊളി ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, അവിടെ ഒരു തരത്തിൽ നമുക്കതിൽ ഒരു നെഗറ്റീവ് പറയാനില്ല. അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി റൂമാണ്. അപ്പോൾ അച്ചു ഞങ്ങളുടെ കൂടെ കൂടാതെ അവൻ മുകളിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒരു റൂമിലേക്ക് അവരെല്ലാവരും കൂടി മാറി. ഒരു 3-4 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി അവരുടെ റൂമിലേക്ക് പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എങ്ങും തന്നെ അച്ചുവിനെ കാണാത്ത കേട്ടോ. അവനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രിപ്പിന്. പിന്നെ ഞങ്ങളിത് റൂമൊക്കെ ഒന്ന് നോക്കി കണ്ടു. ബാത്റൂം, വാഷ്റൂം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റാണ്. പിന്നെ അതിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു ഗൈസ്.
അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവാനുള്ള ഇത്രയും നേരം യാത്രയൊക്കെ കഴിഞ്ഞാലേ, അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്കൊക്കെ പോയി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ കേട്ടോ, 12:30 കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവരവരുടെ റൂമിൽ കയറി ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി. പിന്നെ വെള്ളത്തിൽ നമുക്ക് ഒരു രക്ഷയില്ല, കുളിക്കാനൊക്കെ നല്ല തണുപ്പാണ് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ, ജസ്റ്റ് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ ഡ്രസ്സ് ഇപ്പോൾ മാറണില്ല, കാരണം നമ്മളിപ്പോൾ തന്നെ അടുത്ത സ്ഥലത്തേക്ക് ഒരു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫ്രഷ് ആവാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ റൂമിലൊക്കെ ഇരുന്നൊന്ന് സെറ്റായി, പിള്ളേർ TV ഒക്കെ വെച്ചു. അവർ ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ടേ അവർക്ക് TV കാണാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ വേഗം ഒന്ന് TV ഒക്കെ വെച്ച് അവരവിടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ വരാൻ ഞാൻ വൈകി. അപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആ റിസോർട്ടിൽ തന്നെ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിരുന്നു. നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടായിരുന്നത് ബിരിയാണി കേട്ടോ. അപ്പോൾ അവരൊക്കെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും കുഞ്ഞാറ്റയും അയാനും അച്ചു അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ബീച്ചേണ് ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഫുഡ് കഴിക്കാൻ വന്നത്. ബിരിയാണി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ സാലഡ് ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഞാൻ പറയൂല, എന്നാലും ഓക്കെയാണ്, നമ്മൾ വിശന്നിട്ടൊക്കെ വരുന്നതല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഒന്നും വന്നില്ല കേട്ടോ. എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശപ്പുണ്ടല്ലോ എന്ന് കരുതി അങ്ങ് കഴിച്ചു എന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആ റിസോർട്ടിൻ്റെ തന്നെ കുറച്ച് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് അടുത്ത യാത്ര എങ്ങോട്ടേക്ക്, അടുത്ത സ്പോട്ടിലേക്കുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം ഞാനൊന്ന് വീഡിയോ ചുറ്റിക്കറങ്ങി ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ തോന്നുന്നു. കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ടൊരു തേയിലത്തോട്ടം ഉണ്ടെന്ന് ഇവിടുത്തെ റിസോർട്ടിൻ്റെ മാനേജർ പറഞ്ഞു. അപ്പോൾ ആ ആൾ നമ്മളെ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.